വിശുദ്ധ ദേവസിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒട്ടേറെ ബന്ധങ്ങളുടെ സാധ്യത ഉണ്ടായിരുന്ന വ്യക്തികൾ യേശുവുമായിട്ട് ബന്ധപ്പെട്ട് പത്രോസിനേക്കാൾ അല്ലെങ്കിൽ മറ്റാരെയേക്കാൾ പ്രാമുഖ്യം നേടാനായിട്ടുള്ള സാധ്യതയുണ്ടായിരുന്നവൻ. വിശുദ്ധ ദേവസിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, അവൻ അപ്പോസ്തലനായിരുന്നു. അപ്പോസ്തലൻ മാത്രമല്ല, യേശുവിന്റെ ബന്ധു കൂടിയായിരുന്നു. യേശുവിന്റെ അമ്മയായ മറിയത്തിന്റെ സഹോദരിയായ മേരിയാണ് അന്ത്യം. നേരിട്ട് സഹോദരി അല്ല, മറിച്ച് എന്നുള്ള അപ്പോൾ സഹോദരിയുടെ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ ആൻറ്റിയുടെ, കർത്താവിൻ്റെ ആൻറ്റിയുടെ മകനാണ് ഈ യൂദാസ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് ചരിത്രപരമായിട്ട് പറയുക ക്ലെയോഫാസ് എന്നുള്ളത്. പക്ഷെ ബൈബിളില് അത് യാക്കോബായിട്ടാണ് പറയപ്പെടുന്നത്. ഒരു വ്യക്തിത്വം തന്നെയായിരിക്കും. യേശുവിന്റെ കുരിശുമരണത്തില് അപ്പോസ്തലന്മാരെല്ലാം ഉപേക്ഷിച്ചു പോയി എങ്കിലും വിരലിലുണ്ടാവുന്ന ചില സ്ത്രീകൾ മാത്രം കുരിശിൻചോട്ടിൽ അവശേഷിച്ചു. കുരിശിൻചോട്ടിൽ അവശേഷിച്ചവരോട് ക്രിസ്തുവിന് പ്രത്യേക പരിഗണനയുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് യേശുവിന്റെ അവസാന ശ്വാസത്തിൽ പോലും അവൻ കുരിശിൻ ചുവട്ടിൽ നിന്നവരോടുള്ള ബാധ്യതകൾ തീർത്തിട്ട് ഋണബാധ്യതകൾ അവസാനിപ്പിച്ചിട്ടെല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞു. കൊടുത്തു വീട്ടാനാവാത്ത ഒട്ടേറെ ഋണബാധ്യതകളിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ഈ ലോകത്തില് കടബാധ്യതയില്ലാത്തവരാരാണ്? എനിക്കാരോടും കടപ്പാടില്ലെന്ന് പറയുന്നവനായിരിക്കും ഏറ്റവും വലിയ കടക്കാരൻ. കാരണം അവൻ പലപ്പോഴും കടം വീട്ടാത്തവൻ. മലയാള സിനിമയില് പ്രശസ്തമായൊരു ഗാനം, അന്ന് ആരോട് ഞാൻ ചൊല്ലേണ്ടു എന്ന് പറഞ്ഞ് ഒരു സംഘർഷത്തിന്റെ ഗാനമുണ്ട്. ആത്മസംഘർഷത്തിൽ. കാരണം ആരോടൊക്കെയാണ് നന്ദി പറയാം. പ്രവാചകനെ നിർവചിക്കുന്നത് പ്രകാരമാണ്: അവൻ നടക്കുമ്പോൾ പുൽനാമ്പിന് പോലും വേദനിക്കരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മണ്ണിനെ സ്പർശിക്കാനായിട്ട് സാധ്യതയുള്ളവന്റെ മനസ്സുള്ളവന്റെ പേരാണ് പ്രവാചകന്. ചവിട്ടുന്ന പുല്ലിന് പോലും വേദനിക്കരുത് എന്ന് ചിന്തിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, നന്ദിയുടെ ഒരു ചിന്ത ഉണ്ടായിരുന്നവന കർത്താവ്. അതുകൊണ്ടാണ് എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞത്. ഋണബാധ്യതകൾ തീർത്തത്. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും ഈ ഒരു ചിന്തയില്ലാതെ പോകുന്നു. ഋണബാധ്യതകൾ തീർത്തത്. എല്ലാ കടവും, എനിക്കാരോടും കടമില്ല എന്ന് പറയുന്നവൻ ചത്തു കഴിയുമ്പോൾ ഇവന്റെ ബോഡിയെടുത്തു കൊണ്ടുപോകുന്നതിനോടുള്ള കടം ആര് വീട്ടും? അവന്റെ ശവം കൊണ്ടുപോയി കുഴിയിലിറക്കി വെച്ചിട്ട് അവസാനത്തെ പിടി മണ്ണിടുന്നവനോടുള്ള കടം അവൻ ആരോട് എങ്ങനെ വീഴ്ത്തും? അവൻ കുടിച്ച അമ്മയുടെ മുലപ്പാലിന്റെ കടബാധ്യത എങ്ങനെ വീഴ്ത്തും? എൻ്റെ വൈദ്യശാസ്ത്രത്തിൽ ഒരു ഗുരുവായിരുന്ന അദ്ദേഹം പറയാറുള്ളൊരു ഡയലോഗുണ്ട്: നിന്നെ വയറ്റിൽ ചുമന്നുകൊണ്ട് നിന്റെ അമ്മ കയറിയ നടയുടെ ഒരു സ്റ്റെപ്പ് ചെറുക്കിയതിന്റെ വേദനയുടെ കടം. ഋണബാധ്യതകളുടെ നടുവിൽ ജീവിക്കുന്നവനാണ്. ഋണബാധ്യതകളെ തീർക്കാൻ ചങ്കൂറ്റമുണ്ടായിട്ട് അവസാനത്തെ തീർപ്പും കൊടുത്തിട്ടാണ് അവൻ പറഞ്ഞതെല്ലാം പൂർത്തിയായത്. ഒന്നും പൂർത്തിയാക്കാതെ ഈ ഭൂമിയിൽ നിന്ന്
വിടവാങ്ങേണ്ട ദുരന്തം പേറുന്നവരാ നമ്മളൊക്കെ. ഒരു കടവും വീട്ടാതെ, ആരോടും ഒരു ബാധ്യതയും തീർക്കാതെ പോകേണ്ട ഗതികെട്ടവരാണ്. കർത്താവിന് അത് സാധിച്ചത് കൊണ്ടാണ് എല്ലാം പൂർത്തിയായത്. ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? എല്ലാം പൂർത്തിയായെന്ന് പറഞ്ഞ് ഈ മണ്ണിനോട് വിട പറയും. അങ്ങനെ വിട പറഞ്ഞവന്റെ ചുവട്ടിൽ നിന്ന ഒരു സ്ത്രീ ഈ യൂദാത്തദേവസിന്റെ തീർച്ചയായിട്ടും അത്രമേൽ പരിഗണന കിട്ടാനായിട്ട് സാധ്യതയുള്ളവനാണ് യൂദാസ്. പല ബന്ധങ്ങൾ കൊണ്ട് വില പറയുന്നവരാ മനുഷ്യരും. യൂദാസ് സ്ലീഹയുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ ബന്ധങ്ങളുടെ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഒരു ബന്ധത്തിന്റെയും പേരിൽ വീമ്പ് പറയാതെ, ഒരു ബന്ധത്തിന്റെയും പേരിൽ അഹങ്കരിക്കാതെ, ഒരു ബന്ധത്തിന്റെയും പേരിൽ വിലപേശാതെ ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത്. ബന്ധത്തെ വിൽക്കാതിരിക്കാൻ പറ്റും, ബന്ധത്തിന് കണക്ക് പറയാതിരിക്കാൻ പറ്റും. നമ്മുടെ മാതാപിതാക്കന്മാരുടെ ദുരന്തം എന്താണെന്ന് അറിയാമോ? ഈ ഭൂമി മലയാളത്തില് എല്ലാ ജീവജാലങ്ങളും മക്കളെ വളർത്തുന്നുണ്ട്. ഒരു ജീവജാലവും മക്കളെ വളർത്തിയതിന്റെ പേരിൽ കണക്ക് പറഞ്ഞ ചരിത്രമില്ല മനുഷ്യനെ വിളിച്ചു. അത്രയും വൃത്തികെട്ടവനാ മനുഷ്യൻ. ബന്ധങ്ങൾക്ക് വില പറഞ്ഞാൽ പിന്നെ എന്തോ. വിശുദ്ധ യൂദാത്തദേവസിന്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ ചങ്കിൽ കോറിയിടണം. നമുക്ക് നമ്മുടെ ബന്ധങ്ങളിൽ, സുഹൃത്ത് വലയങ്ങളിൽ പെട്ടവരിൽ ആരെങ്കിലുമൊക്കെ ഒത്തിരി ഉയർന്ന ഉദ്യോഗമോ ഉയർന്ന സ്ഥാനങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധത്തെ ഇങ്ങനെ പൊക്കിപ്പിടിക്കാനായിട്ട് നമുക്ക് എന്ത് വെത്രാണ്. ഇലക്ഷൻ അടുത്ത് വരികയാണ്. ഈ ഇലക്ഷൻ അടുത്ത് വരുമ്പോ തട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടുണ്ട്. ബന്ധത്തിന്റെ പേരില് കച്ചവടം നടക്കുകയാണ്. ബന്ധത്തിന്റെ പേരിൽ കച്ചവടം നടക്കാൻ പോവുക. ഏത് പാർട്ടിയായാലും കൊള്ളാം. അപ്പോ ഈ ബന്ധങ്ങൾക്ക് സാധ്യതയുണ്ടായിരുന്നിട്ടും എല്ലാ ബന്ധങ്ങളെയും തൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഒന്നിനോടും വില പറയാതെ, ഒന്നിനോടും കണക്ക് പറയാതെ, ഒരു ബന്ധത്തിന്റെ പേരിലും സ്വാധീനങ്ങൾ ഉണ്ടാക്കാതെ, ഒരു ബന്ധത്തിന്റെ പേരിലും സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കാതെ ശാന്തമായി ഒരു പുഴ പോലെ ഒഴുകാൻ പറ്റുമോ ഈ ജീവിതത്തിന്? യൂദാത്തദേവസ് നമ്മളെ ഓരോരുത്തരെയും വെല്ലുവിളിക്കുന്ന ഒരു ചോദ്യമാണ്. ബന്ധങ്ങൾക്ക് വില പറയാതെ, ബന്ധങ്ങളിൽ സമ്മർദ്ദം കൊടുക്കാതെ, ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്താതെ ജീവിക്കാൻ പറ്റും. ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഭാര്യ, ഞാനാണ് കുടുംബനാഥൻ, ഞാനാണ് നാഥ, ഞാനാണ് കഴിവുള്ളയാള്, ഞാനാണ് കാശുണ്ടാക്കുന്നയാള്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരി. അതുകൊണ്ട് എൻ്റെ ബന്ധുക്കളും മിത്രങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടവരൊക്കെ എന്തെല്ലാം സമ്മർദ്ദങ്ങളാണ് ബന്ധത്തിന്റെ പേരിൽ കൊടുക്കുകയും എന്തെല്ലാം കൂടപ്പുറപ്പുകളോട്, കൂടെ വസിക്കുന്നവരോട് ബന്ധങ്ങളുടെ പേരില് സന്തരാണ്. രണ്ടാമതായിട്ട് യൂദാത്തദേവസിന്റെ പേരില് ഒരുപാട് പ്രശ്നങ്ങൾ കയറിയവർ. പലപ്പോഴും നമ്മൾ പേരെടുക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. പേരെടുക്കാനല്ല, പേരെടുക്കാൻ. നമ്മുടെ സൽപ്പേര് നിലനിർത്താൻ, നമ്മുടെ പേരിന് മഹത്വം കിട്ടാൻ പരസ്യങ്ങളും മറ്റു കാര്യങ്ങളും ഇപ്പോൾ ഒക്കെ ഭരിക്കുന്ന പാർട്ടിക്കാരെല്ലാവരും എല്ലാ പഞ്ചായത്തിലും അതാത് ഭരണകാര്യത്തിലും അവർ വിശദീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. വിശദീകരണം, ഞാനാണ് അത് ചെയ്തത്, ഇത് ചെയ്തത്, ഞാനാണത് ചെയ്തത്, ഇത് ചെയ്തെന്ന് പറയുമ്പോൾ അവൻ്റെ കുടുംബസ്വത്തിൽ നിന്ന് ചെയ്തല്ല. എൻ്റെ പേര്
ആരാന്റെ പന്തലില് എന്റെ വിളമ്പ് കണ്ടോ എന്ന് വിളമ്പുകാരൻ പറയുന്ന ബിംബോടുകൂടി നമ്മുടെ കാശ് മേടിച്ചിട്ട് ആ കാശ് കൊണ്ട് പണിയെടുത്തിട്ട് അതിൽ നിന്ന് അല്പം അടിച്ചു മാറ്റിയിട്ട് അവൻ പറയുകയാണത് ഞാനാ ചെയ്ത എൻ്റെ അപ്പൻ്റെ മുകളിൽ. ഈ പേരെടുക്കുന്നതിൽ ഒരുപാട് പ്രശ്നങ്ങൾ പേറിയവനാണ് യൂദാത്ത ദേവസ്. പലപ്പോഴും നമ്മുടെ പേരുകൾക്കൊക്കെ ക്ഷതങ്ങളേൽക്കുമ്പോൾ, നമ്മുടെ പേര് വേണ്ട വിധത്തിൽ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് വിചാരിക്കുമ്പോൾ, നമ്മുടെ പേര് അങ്ങോട്ട് പറയപ്പെട്ടില്ല, പരാമർശിക്കപ്പെട്ടില്ല എന്ന് പരാതിയുള്ളപ്പോൾ, ചില സ്ഥാനങ്ങളിലേക്ക് നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടില്ല എന്ന വിഷമം ഉണ്ടാകുമ്പോൾ, യൂദാത്ത ദേവസിനൊന്ന് ഓർക്കണം, സ്വന്തമായിട്ട് എന്താണ് അവന്റെ പേര് എന്ന് ചോദിച്ച പ്രശ്നം. യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യത്തില് യൂദാസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, യൂദാസ് കറിയോത്തി അല്ല മറ്റേ യൂദ. സുവിശേഷത്തിൽ പോലും കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത യൂദാസ് കറിയോത്തി അല്ലാത്ത യൂദാസ് സ്ലീഹയ്ക്ക് അവരുടെ പ്രദേശ ഭാഷയില് അദ്ദായി, ലാബി എന്നൊക്കെ പേരുണ്ട്. അദ്ദായി ഇതിന്റെ പരിവർത്തന രൂപമാണ് തദ്ദേശ. ലാബി എന്ന പേരിന് പിന്നെ പരിവർത്തനമൊന്നും. അങ്ങനെ പല പേരുകളിലുണ്ടായവൻ, എന്നാൽ ഒരു പേരിലും പേരെടുക്കാൻ പറ്റും. മൂലഗ്രന്ഥത്തില് യാക്കോബിന്റെ യൂദ എന്നാണ് ഗ്രീക്ക് മൂലഗ്രന്ഥങ്ങളില് എഴുതപ്പെട്ടത്. പക്ഷെ ആ മൂലഗ്രന്ഥത്തിൽ നിന്ന് യാക്കോബിന്റെ യൂദ എന്ന് പറയുന്ന വിശേഷണം അത് തർജിമ ചെയ്യപ്പെട്ടപ്പോൾ ചിലടത്ത് യാക്കോബിന്റെ മകനായ യൂദ എന്നും ചിലടത്ത് യാക്കോബിന്റെ സഹോദരനായ യൂദ എന്നുമൊക്കെ വരികയാണ്. പഴയ തർജിമകളില് ലൂക്കയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തില് യാക്കോബിന്റെ സഹോദരനായ യൂദ എന്നാണ് പറയുന്നത്. അതേസമയം അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തില് യാക്കോബിന്റെ മകനായ യൂദ. പിന്നീട് ബൈബിൾ പണ്ഡിതന്മാര് ഇതിന് ഗഹനം പഠനങ്ങൾ നടത്തിയിട്ട് പറഞ്ഞു, യാക്കോബിന്റെ സഹോദരനായ യൂദയല്ല, യാക്കോബിന്റെ മകനായ യൂദയാണ്. യോസി ബൈബിളിന്റെ പുതുക്കിയ എഡിഷനില് അങ്ങനെയാണ് പറഞ്ഞത്, യാക്കോബിന്റെ മകനായ. ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കത്തിൽ, പേരെടുക്കാൻ കയ്യടി മേടിക്കാനൊക്കെ നമ്മൾ ശ്രമിക്കുമ്പോൾ പലതിലും നമ്മുടെ പേര് പരിഗണിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോഴേ, റിസൾട്ട് നോക്കുമ്പോൾ എൻ്റെ പേരതിൻ്റെ അതില്ല എന്ന് തോന്നുമ്പോൾ പേരുകളിൽ എന്തിരിക്കുന്നു എന്നൊരു പഴയ ചോദ്യം ചോദിക്കും. ഇതിന് ഒന്നാമതായിട്ട് മറ്റുള്ളവരെ പ്രതി കുരിശു കയറിയവനാണ് യൂദാത്ത ദേവസ്. ചിലപ്പോഴെങ്കിലും ഒക്കെ വാർത്തകളില് ഏതെങ്കിലുമൊക്കെ വൈദികര് വഴിപിഴച്ചു എന്ന് പറയുമ്പോൾ ഉടുപ്പിട്ടുകൊണ്ട് വൈദിക വേഷത്തില് പൊതു യാത്ര ചെയ്യുമ്പോൾ ആക്ഷേപത്തിന്റെ കൂരമ്പുകൾ ഒരുപാട് ഏൽക്കേണ്ടി വരും. ആ അച്ഛൻ തെറ്റ് ചെയ്തിട്ടാണ് അതല്ല, ഏതോ ഒരച്ഛൻ തെറ്റ് ചെയ്തതിന്റെ പാപഭാരം എല്ലാ അച്ഛന്മാരും തരേണ്ടി വരും. ഏതെങ്കിലുമൊക്കെ ക്രിസ്ത്യാനി വഴിപിഴച്ചു പോകുമ്പോൾ എല്ലാ ക്രിസ്ത്യാനികളും ഇതിന്റെ പിഴപ്പ് പേറേണ്ടി വരും.
ഏതെങ്കിലും കന്യാസ്ത്രീ വഴിതെറ്റി പോകുമ്പോ സകല ഉടുപ്പിട്ട കന്യാസ്ത്രീമാരും ഈ പിഴപ്പും പേറി നടക്കുകയും ആരാന്റെ പിഴപ്പും ചുമന്നുകൊണ്ട് നടക്കേണ്ട ഗതികേട് നമുക്ക്. വീട്ടില് നമ്മുടെ കുടുംബക്കാരിൽ ഒരാള് പെശകിക്കഴിഞ്ഞാല് ആ വീട്ടുപേരുള്ളവരൊക്കെ ആരാന്റെ പിഴപ്പുകള് ചുമന്നവരാണ്. ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കന്മാരുടെ, പൂർവികരുടെ, അവരുടെ ശാപങ്ങളും അവരുടെ തെറ്റുകുറ്റങ്ങളും അവരുടെ ചീത്തപ്പേരുകളും ഒക്കെ ചുമന്നിരിക്കുന്നു. അതേറെ ചുമന്നവനാണ് യൂദാസ്. കാരണം നമുക്കറിയാം, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും ദൃഷ്ടനായിട്ട് വിശേഷിപ്പിക്കുന്ന ഒറ്റുകാരനായ യൂദായുടെ പേരായതുകൊണ്ട് തന്നെ അവൻ ഒട്ടേറെ അവഗണിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവന്റെ പേര് പോലും പുറത്തു പറയാൻ പറ്റാതെ ജീവിച്ചത്. ഇപ്പൊ പലപ്പോഴും അങ്ങനെ ഗതികേട്. കുറച്ചു കാലം മുമ്പ് ഒരു കാറ്റീസ് അധ്യാപിക ജ്യൂസില് വിഷം ചേർത്ത് സ്ലോ പോയിസണിങ്ങിലൂടെ പലരെയും കൊന്നു കഴിഞ്ഞപ്പോൾ മതാധ്യാപകർ പിന്നെ ആ പേര് വഹിക്കുന്ന സ്ത്രീകള് ജ്യൂസ് എടുക്കാൻ പേടിയായിട്ട് ജ്യൂസ് എടുക്കാൻ കഴിയില്ല. രണ്ടും ചെയ്ത പാപത്തിന്റെ പരിണിത ഫലങ്ങൾ വരാം. അങ്ങനെ മറ്റുള്ളവരുടെ പാപഭാരങ്ങൾ ഏറ്റുകൊണ്ട് നടക്കുന്ന നമ്മളൊക്കെയും യൂദാത്തദേവസിൽ നിന്ന് പ്രകാശിതരാകേണ്ടവരാണ്. യൂദാത്തദേവസിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോ എന്റെ കഷ്ടപ്പാട് മാറ്റണേ, ദുരന്തം മാറ്റണേ, ദുരിതം മാറ്റണമേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് മറ്റുള്ള എല്ലാ വിശുദ്ധർക്കും കൊടുക്കേണ്ട കുറെ വകുപ്പുകൾ തിരിച്ചു കൊടുത്തിട്ട് ഒരു കാര്യവും നടക്കാണ്ട് വരുമ്പോ അസാധ്യ കാര്യങ്ങൾ കൂട്ടത്തോടെ പിടിച്ചോ എന്ന് പറഞ്ഞ് പിടിപ്പിക്കപ്പെടേണ്ട ഒരു വിശുദ്ധനാണോ യൂദാത്തദേവസ്? അല്ലല്ലോ. യൂദാത്തദേവസിന്റെ ജീവിതത്തിൽ നിന്നാണ് അവനെ തൊട്ടു വണങ്ങുമ്പോൾ അവന്റെ ചങ്കിന്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരേണ്ടതല്ല. വേദനകൾ, അവരെന്റെ അവരെന്റെ ചിത്തപ്പേരുകൾ, കുറ്റങ്ങള്, പിഴപ്പുകള് അതൊക്കെയും ചുവന്ന ഒരു അവസ്ഥ. യൂദാത്തദേവസിന്റെ തിരുനാളത്തിലേക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പരിചയപ്പെട്ട എല്ലാ നിമിഷങ്ങളെയും സമർപ്പിച്ച് പ്രകാശിതരാകണം യൂദാത്തദേവസിനെ. യൂദാത്തദേവസിന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ നോക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത്രമേൽ ഷൈൻ ചെയ്ത് വളരെ ചാറായിട്ട് നടക്കാതെ ഒതുങ്ങി നടന്നതുകൊണ്ട് അവന്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ അത്രമേൽ പ്രചാരത്തിലേക്ക്, അത്രമേൽ വിഹിതപ്പെട്ടു, രേഖപ്പെടുത്തപ്പെട്ടു. എങ്കിലും ചരിത്രം പറയുക, അദ്ദേഹം പലസ്തീന, ലിബിയ എന്നീ 3 രാജ്യങ്ങളിൽ അദ്ദേഹം പ്രഘോഷണം നടത്തിയ അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനം നടത്തിയത് ഏഷ്യയിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തുന്ന ക്രിസ്തുവിന്റെ ശിഷ്യരാണ് നമ്മളെന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം എത്രത്തോളം സജീവമാണ് എന്നൊന്ന് വിലയിരുത്തപ്പെടണം. ഈ ലോകം മുഴുവൻ വചനം പ്രഘോഷിക്കാനായിട്ട് ക്ഷണിക്കപ്പെട്ടവരാണ്. ലോകം മുഴുവൻ പോയില്ലെങ്കിലും സ്വന്തം കുടുംബത്തിലെങ്കിലും, സ്വന്തം ജീവിത പങ്കാളിയെങ്കിലും, സ്വന്തം മക്കളെയെങ്കിലും ദൈവത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നു. വലിയ തമാശ, മക്കളെ വളർത്തുമ്പോൾ അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് വളർത്തി വലുതാക്കി അത് കഴിയുമ്പോൾ ഈ അമ്മയിൽ നിന്നും അപ്പനിൽ നിന്നും കുഞ്ഞകലുമ്പോൾ
പിന്നെ തുടങ്ങി കരച്ചിലും പിഴിച്ചിലും എണ്ണിപ്പറക്കലും വിലാപവും കണക്ക് പറച്ചിലും ഒക്കെ ആയിട്ട് നടക്കുക. വളർത്തു ദോഷം. വളർത്തിയപ്പോ ചിന്തിക്കണമായിരുന്നു, ഇത് എന്റേതല്ല, ദൈവത്തിൻ്റെതാണ്. അങ്ങനെ ഒരു വിചാരം വളർത്തിയപ്പോ ഇല്ലാതെ പോയത് കൊണ്ടാണ് പിന്നെ വഴിതെറ്റിപ്പോകും. എന്നിട്ട് കുഞ്ഞിനെ നൽകിയ ദൈവത്തെ മറന്നിട്ട് കുഞ്ഞിനെ വളർത്തിയിട്ട് ഈ കുഞ്ഞ് ദൈവത്തിനും നിങ്ങൾക്കും നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പ്രലപിച്ചിട്ട് എന്താ കാര്യം? ജീവിത പങ്കാളിയും അങ്ങനെ തന്നെ. ഭാര്യാഭർത്തൃ ബന്ധത്തെ കൂട്ടിമുറുക്കുമ്പോൾ സഭ പറയുന്നൊരു കാര്യമുണ്ട്. വലിയ ഡെക്കറേഷനും വലിയ മേളാങ്കമൊക്കെ കാണിച്ചിട്ട് വരുമ്പോ സഭ ഉപദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? ജീവദായകമായ കൃപയ്ക്ക് തുല്യ അവകാശിനി എന്ന നിലയിൽ നിങ്ങളെ കർത്താവ് ഭാര്യയെ ബഹുമാനിക്കേണ്ട മാനദണ്ഡം എന്താന്ന് പറഞ്ഞ എന്താ? ജീവദായകമായ കൃപയ്ക്ക് തുല്യാവകാശിനി എന്നാണ്. അങ്ങനെ തുല്യാവകാശം ജീവദായകമായ കൃപ നമുക്ക് ഇതിന് ബഹുമാനിക്കപ്പെടേണ്ട കാര്യമുണ്ട്. പലപ്പോഴും നമ്മൾ ബഹുമാനം അർഹിക്കപ്പെടാതെ പോകുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ദൈവത്തിന്റെ കൃപയുടെ അവകാശികളായിട്ട് മാറിയിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോ ഈ പ്രേക്ഷിത പ്രവർത്തനം നമ്മൾ എത്രത്തോളം നടക്കുന്നു? അവസാനമായി യൂദാത്തദേവൂസിന്റെ മരണത്തെ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാര ബലി അർപ്പിച്ച് കുരിശിൽ ജീവൻ അർപ്പിച്ച ക്രിസ്തുവിന്റെ അതേ ശിഷ്യത്വമാണ് യൂദാത്തദേവൂസ് സ്വീകരിച്ചത്. ക്രിസ്തു പഠിപ്പിച്ചു വെച്ചു, സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന്. യൂദാത്തദേവൂസ് അതിന്റെ ഒരു പടി കൂടി മേലേക്ക് പോയി, അതുക്കും മേലെ. യൂദാത്തദേവൂസിന്റെ മരണം സ്നേഹിതർക്ക് വേണ്ടിയുള്ള ജീവാർപ്പണം ആയിരുന്നില്ല, മറിച്ച് അത് കൊലപാതകികൾക്ക് വേണ്ടിയുള്ള ജീവിതാർപ്പണമായിരുന്നു. സങ്കല്പിക്കാൻ പറ്റൂ അങ്ങനെ ഒരു മരണത്തെ. പെർഷ്യയില് പ്രാചീന മതവിശ്വാസം ആചാരങ്ങളും നിലനിന്നിരുന്ന സ്ഥലത്ത് സുവിശേഷ പ്രഘോഷണത്തിന് ഈ ശെമയോന്റെ ഒപ്പം യൂദാസ് ശ്ലീഹയും പോവുകയാണ്. അവര് രണ്ടുപേരും അവിടെ പ്രഘോഷണം നടത്തിയൊക്കെ ജീവിക്കുന്നതിനിടയ്ക്ക് വേണ്ടപ്പെട്ട മത നേതാക്കന്മാര്, പ്രാചീന മത നേതാക്കന്മാര്, പ്രാചീന മതങ്ങളെന്ന് പറയുമ്പോ വ്യവസ്ഥയും വെള്ളിയാഴ്ചയില്ല എന്നർത്ഥം. അവർക്ക് തോന്നണതാണ് അവരുടെ നിയമം. അവരവരുടെ ക്ഷേത്രത്തിലേക്ക് ഇവരെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയിട്ട് അവരുടെ മൂർത്തിക്ക് ധൂപാർപ്പണം നടത്താൻ പറഞ്ഞപ്പോൾ ഇവരത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ് അവരുടെ അതിനു വേണ്ടി നിർബന്ധിച്ച് രാവേറെ വൈകിയത് കൊണ്ട് ഈ നാളെ കൊല്ലാം എന്ന് പറഞ്ഞ് ഈ രണ്ടുപേരെയും തടവിലാക്കിയിട്ട് അവര് സ്വസ്ഥാനങ്ങളിൽ അവരുടെ ആ കെട്ടിടത്തിന്റെ ബൃഹത്തായ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളില് അവര് കിടന്നുറങ്ങി. ശെമയോനും യൂദാസിനും അന്ന് രാത്രി മാലാഹയുടെ സാന്നിധ്യവും പ്രത്യക്ഷീകരണവും ഉണ്ടായി. ആദ്യം കണ്ടത് യൂദാസ് ശെമയോനോട് പറഞ്ഞു, മാലാഹ വന്നത് കണ്ടോ? ശെമയോൻ പറഞ്ഞു, ഞാൻ കണ്ടു. മാലാഹമാരുടെ നടുവില് ക്രിസ്തുവിനെയും ഞാൻ കണ്ടു. അപ്പൊ ശെമയോൻ പറഞ്ഞു, അവന്റെ സ്വരം ഞാൻ കേൾക്കും. പിന്നീട് ഈ മാലാഹ ഇവരോടായി പറയുകയാണ്, ഈ രാത്രി നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ ഈ രാത്രി തന്നെ ഈ കെട്ടിടത്തെ ഇടിച്ചു വീഴ്ത്തി ഈ കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിങ്ങളുടെ ശത്രുക്കൾക്ക് മരണം കാരണമാകും. നിങ്ങൾക്ക് രക്ഷപ്പെടാം
ഒരു പറഞ്ഞു, ഞങ്ങളെ കൊല്ലാനിരിക്കുന്ന ശത്രുക്കളാണെങ്കിലും ജനത്തെ മുഴുവൻ കൊന്നിട്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം. ആരായി ഇവരെ കൊല്ലാനിരിക്കുന്ന ശത്രുക്കൾ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുക എന്ന് പഠിപ്പിച്ച ക്രിസ്തുവിന്റെ പഠനത്തിന്റെ അന്തസത്തയുടെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങിയ അപ്പോസ്തലനാണ് യൂദാ തദ്ദേവൂസ്. അതുകൊണ്ടാണ് സ്നേഹിതന് വേണ്ടിയല്ല ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ആ രാത്രി അവിടെ നിന്ന് രക്ഷപ്പെടാതെ പിറ്റേ ദിവസം മരണത്തിലേക്ക് ശിമയോനും യൂദാസും നടന്നു നീങ്ങിയത്. യൂദാസ്ലീഹ ശിമയോനെ വാളുകൊണ്ട് വെട്ടിയാണ് കൊന്നതെങ്കിൽ യൂദാസിനെ കുരിശിൽ കെട്ടിയിടുകയച്ച്. കുരിശിൽ കെട്ടിയിട്ടിട്ടും സഹിക്കാൻ വയ്യാതെ നീളമേറിയ അമ്പ്, അത് കുന്തം പോലെയാണെന്നും കുന്തമാണെന്നും ഏതായാലും കുന്തമോ അമ്പോ, അതുകൊണ്ടാണ് യൂദാസിനെ പറഞ്ഞാല് സ്നേഹിതർക്ക് വേണ്ടി മരിക്കാൻ പറഞ്ഞ ക്രിസ്തുവിന്റെ അനുയായി ശത്രുവിന് വേണ്ടി യൂദാസ്ലീഹയുടെ തിരുനാളായി അസാധ്യ കാര്യങ്ങൾ നേടി പോവാൻ കച്ചവടത്തിനല്ല പണിയാളിൻ്റെ അടുത്തേക്ക് വരേണ്ടത്. പണിയാളിൽ നിന്ന് എൻ്റെ അടുത്ത് സ്വീകരിച്ചിട്ട് പോകും. ബന്ധങ്ങൾക്ക് വേണ്ടതറിയാത്ത പണിയാളിൻ്റെ അടുത്ത് നേർച്ച കൊടുത്തതിൻ്റെ ബന്ധത്തിന്റെ കണക്ക് കുറയാൻ വേണ്ടിയിട്ടാണ് വരേണ്ടത്. യൂദാ തദ്ദേവൂസിന്റെ ചൈതന്യത്തോടെ ജീവിക്കാനുള്ള കഥയാചിച്ചുകൊണ്ട് തുടരാം. പരിശുദ്ധ